താമരശ്ശേരി രൂപതയിലെ കുളത്തുവയൽ ഇടവകാംഗമായ റെജി ജോസഫ് 2016 മാർച്ച് 31 തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഗവൺമെൻറ്റിൻ്റെ വിമത വിഭാഗത്തിൽപ്പെട്ടവരുടെ ബന്ദിയായി പിടിക്കപ്പെടുകയും അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് നീക്കുകയും ചെയ്തു എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുകയുണ്ടായി. തുടർന്നുള്ള വലിയ ഉദ്യോഗത്തിൻ്റെ നിമിഷങ്ങളിൽ ഇടവക സമൂഹവും റെജിയുടെ ഭവനവും ഭവനാംഗങ്ങളും താമരശ്ശേരി രൂപത മുഴുവനും ഏറെ പ്രാർത്ഥനയോടെ റെജിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ച മണിക്കൂറുകൾ ഓർമ്മിക്കുകയാണ്. റെജിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥന വഴിയും മറ്റ് രംഗങ്ങളിലും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് താമരശ്ശേരി രൂപതയുടെ അഭിമന്യ മെത്രാൻ മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടന്നു. ജൂലൈ 6 റെജി മോചിപ്പിക്കപ്പെടുക. തുടർന്നുള്ള 3 മാസക്കാലം പാസ്പോർട്ട് സംബന്ധമായ വിഷയങ്ങളുമായിട്ട് എംബസിയിൽ നിന്നും തിരികെ പോരാനുള്ള പേപ്പറുകളൊന്നും ശരിയാകാൻ സാധിക്കാതെ വീണ്ടും 3 മാസക്കാലം റെജി അവിടെ കഴിയേണ്ടതായിട്ട് വന്നു. ആ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാനായിട്ട് റെജിക്കും ഷിനുജിക്കും സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും മഹത്തായ കാര്യം. ഈ ഒരു കാലയളവിൽ റെജിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് താമരശ്ശേരി രൂപതയും ഈ ഇടവകയും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളും ഏറെ സമയം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തി റെജിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതോടൊപ്പം അവർക്ക് ആ പ്രാർത്ഥന വഴിയായിട്ട് വലിയ ശക്തി ലഭിച്ചു എന്ന് നമ്മളിന്ന് തിരിച്ചറിയുന്നു. പ്രാർത്ഥനയുടെ വലിയൊരു നേർസാക്ഷ്യമായി റെജിയുടെയും കുടുംബത്തിൻ്റെയും അനുഭവം ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. വടക്കൻ ആഫ്രിക്കയിൽ ഈജിപ്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലിബിയ ശിഥിലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ലോകവാർത്തയിൽ നിറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ പിന്നിടുന്നു. 2011 ലിബിയയിൽ അരങ്ങേറിയ ആഭ്യന്തര കലാപവും തുടർന്ന് ഗദ്ദാഫി സാമ്രാജ്യത്തിൻ്റെ അന്ത്യവും മുതൽ ആരംഭിച്ച ഈ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥിതിയുടെയും സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെയും തകർച്ചയുടെ ഇരകളാണ് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് കേളോത്തുവയൽ സ്വദേശികളായ നെല്ലിവേലിൽ റെജി ജോസഫും ഭാര്യ ഷിനുജയും മക്കളായ ജോയനയും ജോസിയയും ജാനിയയും. കഴിഞ്ഞ മാർച്ച് 31 മുതൽ സമീപകാലം വരെയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ കുടുംബം സുരക്ഷിതത്വത്തിൻ്റെ തണലിലേക്ക് തിരികെ എത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. 6 മാസത്തിൽ പരം നീണ്ടുനിന്ന വലിയ തകർച്ചയുടെയും ദുരനുഭവങ്ങളുടെയും നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുടുംബത്തിന് പങ്കുവയ്ക്കുവാനുള്ളത് തികഞ്ഞ ദൈവപരിപാലനയുടെയും ദൈവീക ഇടപെടലുകളുടെയും സജീവമായ ഓർമ്മകളാണ്. ജീവിതം കൈവിട്ടു പോയി എന്ന് കരുതിയ നിമിഷങ്ങളിൽ അനന്തമായ ശക്തി സ്രോതസ്സായി ജ്വലിച്ചു നിന്ന ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും മാത്രമാണ് തങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കരം പിടിച്ച് നടത്തിയത് എന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ജോലി തേടി അന്യനാടുകളിലേക്ക് ചേക്കേറുന്ന അനേകം മലയാളി കുടുംബങ്ങളെപ്പോലെ തന്നെ 2006 പുതിയ മേച്ചിൽപ്പുറം തേടി ലിബിയയിലേക്ക് കടന്നു ചെന്നതായിരുന്നു റെജിയുടെയും ഭാര്യയുടെയും അനുഭവങ്ങളുടെ തുടക്കം. ഗദ്ദാഫിയുടെ ഭരണത്തിൻ കീഴിൽ ലിബിയയുടെ ഒരു ഭാഗം സമൃദ്ധിയാർജിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ലിബിയയുടെ ആസ്ഥാനമായ ട്രിപ്പോളിയിലെ മെഡിക്കൽ സെൻ്ററിൽ നേഴ്സായിരുന്ന ഭാര്യ ഷിനുജ, IT പ്രൊഫഷണൽ ആയിരുന്ന റെജി, വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇരുവർക്കും ആ ദേശത്ത് ലഭിച്ച മികച്ച സ്വീകാര്യതയും
ജോലിയിലുള്ള അംഗീകാരങ്ങളും മികച്ച സാഹചര്യങ്ങളും അവിടെ തുടർന്നു പോരുവാൻ ആദ്യഘട്ടത്തിൽ പ്രേരകമായിരുന്നു. എന്നാൽ 2011 രാഷ്ട്രീയ അസന്തുലിതാവസ്ഥയും കലാപങ്ങളും ലിബിയയെ കീഴ്പ്പെടുത്തിയപ്പോൾ കുടുംബസമേതം അവർ തിരിച്ചു നാട്ടിലേക്ക് പോന്നു. പിന്നീട് 2014 ആയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഏകദേശം അവസാനിച്ചു എന്ന വിവരം ലഭിച്ചപ്പോൾ മെയ് മാസത്തോടുകൂടി വീണ്ടും അവിടെ തിരികെ എത്തി. ഞാൻ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നതും വീണ്ടും സംഗതികൾ വളരെ സിറ്റുവേഷൻ എല്ലാം മാറി, എല്ലാം ചേഞ്ചായി. എന്തായാലും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയാണ്. അതായത് അധികാരമുള്ളവനാണ് അവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മെയിനായിട്ട് അവർ എണ്ണയാണ് അവരുടെ. ഞാൻ ചെന്ന് വർക്ക് ചെയ്തിരുന്നത് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയിലാണ്, പ്രൈവറ്റ് കമ്പനിയിലാണ്. ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ 2 മാസം ഞാൻ പറഞ്ഞില്ല, 2 മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് ആൾക്കാരെങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടിരുന്നു. ആൾ കുറഞ്ഞു. അപ്പം എന്നെ അവർക്ക് ആവശ്യമായതുകൊണ്ട് എന്നെ പിടിച്ചുവിട്ടില്ല. അങ്ങനെ 2016 ജനുവരി ആയ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സൈറ്റ് ഹാക്ക് ചെയ്തെന്നാണ് ന്യൂസ് വന്നത്. ഇമ്മീഡിയറ്റ് മാനേജറാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഈ ട്രാക്കെല്ലാം സെർവേഴ്സ് എല്ലാം അങ്ങോട്ട് മാറ്റണം, ഹാക്ക് ചെയ്ത് പുറത്തിരിക്കുന്നുകൊണ്ടാണ്. പക്ഷേ എനിക്ക് കമ്പനിയിലുള്ള ആൾക്കാർക്കറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് അവർ തന്നെ നേരിട്ട് കൺട്രോൾ എടുത്ത് ചെയ്തതാണ് സംഭവം. അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ ചെന്ന സമയത്ത് എൻ്റെ ജനറൽ മാനേജറിനോട് വിളിച്ചു പറഞ്ഞു. ജനറൽ മാനേജറാണ് ഞാൻ ഉണ്ടാകും ചെല്ലുമ്പോൾ. ഞാൻ പഴയ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ മാനേജർ വർക്ക് ചെയ്യുന്ന ടീമായിരുന്നു. അയാളെന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് നാളെ തൊട്ട് ഞാൻ വരുന്നില്ല, ഞാൻ നിങ്ങൾ കമ്പനിയിലേക്ക് വരുന്നില്ല, നീ അവിടെ എന്തെങ്കിലും എന്നോട് മെയിൽ ചെയ്താൽ ഫോൺ ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ദിവസം രാവിലെ അവിടെ പോയിരുന്നു വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരാഴ്ച ഫുള്ളായിട്ട്, അത് ബുധനാഴ്ച 3 മണി ആയപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഓണർ എൻ്റെ കൂട്ടത്തിലുള്ള അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഈ പ്രൊജക്റ്റ് പോസ്റ്റ്പോൺ ചെയ്യണം, പ്രൊജക്റ്റ് ഇപ്പം നീ ഇനി മുമ്പോട്ട് പോകരുത്, വർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്ന് വെച്ചാൽ. അപ്പം പറഞ്ഞു, നമുക്ക് ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നമുക്കിത് പോസ്റ്റ്പോൺ ചെയ്യണം, ഇപ്പം മുമ്പോട്ട് പോകുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സൺഡേ അന്ന് ഒരു ദിവസം ഞങ്ങൾ ഈസ്റ്ററിൻ്റെ അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി, രാത്രി പള്ളി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നേരത്തെ സമയത്ത് പെട്ടെന്ന് എനിക്ക് മെസ്സേജ് വന്നു. ഇമ്മീഡിയറ്റ്ലി ലീവ് യുവർ ഹോം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എൻ്റെ മൊബൈലിൽ വന്നു. എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെ കുറേ മിസ് കോളും. അപ്പോൾ ഞങ്ങൾ കിച്ചണിലായിരുന്നു, അവിടെ ഞാൻ ഫോൺ കണ്ടില്ല, ഫോണെടുത്ത് പോകും. പിന്നെ ഞാൻ തിരിച്ച് വിളിച്ച് നോക്കുമ്പോൾ പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞു. അങ്ങനെ 27-ാം തീയതി ഈസ്റ്റർ ഞങ്ങൾ ഫുഡ് കൊണ്ട് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു. ഒരു ബിനോയ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്ക് മാറി താമസിച്ചു. 30-ാം തീയതി ഞങ്ങൾ എംബസി പോയി തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വന്നു, അവിടെ ഇയാൾ ഫൈസറാജ് ട്രിപ്പോളിയിലെത്തി, എല്ലാ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി, ഇനി ഇഷ്യൂസ് ഒന്നുമില്ല, CR എല്ലാം കൺട്രോളിലായി, അപ്പം നാളെ തൊട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ 30-ാം തീയതി രാത്രി ഒരു 1 മണി 1:30 ആയപ്പം എനിക്ക് മെസ്സേജ് വന്നു, നാളെ പോകണം, എന്തായാലും സൈറ്റ് അപ്പാക്കണം എന്ന് പറഞ്ഞു. അപ്പം ചെന്ന് ഇറങ്ങിയപടി എത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപടി അവർ ചോദിക്കുന്നത് ഈ വലിയ കിതാബ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അറബിയിലാണ് ചോദിക്കുന്നത്, എന്നോടാണ് ചോദിക്കുന്നത്, അവൻ ഈജിപ്തുകാരനാണ്, അവൻ അറബി അറിയാം. അപ്പോൾ അവനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞു വലിയ കിതാബ് മിസ്സിംഗ് ആണ്, അയാളെ പറ്റി ചോദിക്കുന്നു, അയാൾ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഫോറിനേഴ്സാണ്, അവനും ഫോറിനർ ഞാനും ഫോറിനർ. അപ്പോൾ നമ്മളെന്തായാലും അയാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ 2ാമത് വേറൊരു വണ്ടി വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ആ വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അകത്ത് കയറ്റിയിരുത്തി, അപ്പുറത്തും ഗണ്ണായിട്ട് രണ്ടുപേരും അപ്പുറത്ത് ഇരുത്തി നേരെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ പേര് മാത്രമേ ഉള്ളൂ, അവരാണ് അവരുടെ കൺട്രോളുള്ളത്, അവിടെ ആൾക്കാരാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവരുടെ അകത്ത് ഒരു റൂമുണ്ട്, ആ റൂമിൽ കയറ്റിയിട്ട് അത് ജസ്റ്റ് നമ്മൾ കോർട്ടിൽ പോലെയുള്ള സ്ഥലം, അവിടെ കയറ്റി ഇങ്ങനെ എന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞു. അവനെ അകത്ത് കയറ്റി അവനോട് ചോദിക്കുകയാണ്, ക്വസ്റ്റിംഗ് ആയിരുന്നു. അതേകദേശം ഒരു 2 മണിക്കൂറോളം അവൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഇവനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ട് വന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്കൊന്നും അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ തന്നെ അവരൊരു പേപ്പറിൽ എന്തൊക്കെ എഴുതി ശരിയാക്കി. ഞങ്ങളോട് പിന്നെ പുറത്തൊരു ഗേറ്റിലുള്ള ഒരു റൂമിൽ കൊണ്ടിരുത്തി. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുത്തി. അപ്പം ഞങ്ങൾ വേറെ കോൺടാക്ട് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം എൻ്റെ ഇവക്കാണെങ്കിൽ ഇവളുടെ കയ്യിൽ എൻ്റെ ഒരു നമ്പർ ഒന്നുമില്ല, മൊബൈലും പിടിച്ച് വാങ്ങി. അപ്പം എൻ്റെ മറ്റേ മൊബൈൽ എനിക്ക് ഓണാക്കാനും പറ്റത്തില്ല, അവർ മൊബൈലും പിടിച്ച് വാങ്ങിയില്ല. അപ്പോൾ ഞാനങ്ങോട്ട് ഇരുന്ന് എൻ്റെ പേഴ്സ് തപ്പി. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടെന്ന് പറയാൻ ആ സിമ്മ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അപ്പം ബെസ്റ്റ് ഇങ്ങനെ ഇൻഫോം ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളൊരു 3:30-4 മണി വരെ അവിടെ എത്തി. അവിടെ നിന്ന് പെട്ടെന്ന് വേറൊരു വണ്ടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോവാണ്, അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ നിന്നൊരു 10-20 മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റ് ദൂരത്തിലാണ് പോയി. അവിടെ ചെന്ന് ഒരു വലിയ ഫുൾ മധുരമുള്ള സ്ഥലത്ത് കയറ്റി.
10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങളിൽ നിന്ന് വേറെ രണ്ടാൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ നിന്ന് ബാഗെല്ലാം പിടിച്ച് വാങ്ങി. ബാഗ് വെച്ചാൽ ലാപ്ടോപ്പ് എല്ലാം രണ്ടുപേരും ലാപ്ടോപ്പ് എല്ലാ സാധനങ്ങളും സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാം വാങ്ങിയിട്ട് പറഞ്ഞു ഒരു റൂമിലേക്ക് ഇറങ്ങി. ചെറിയ റൂം, അതിന് വലിയൊരു ഇരുമ്പിൻ്റെ മതിൽ, വാതിലും കടച്ചു. രണ്ടുപേരും അകത്ത് കയറ്റി വാതിലും കടച്ചു. വാതിലും ഇരുട്ട്, ഭയങ്കര ഇരുട്ട്. അപ്പം തന്നെ ഞങ്ങൾക്ക് ആകെ വന്തിയോട് തോന്നി. പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ഓണാക്കി. ഞാൻ അപ്പം മെസ്സേജ് ഇട്ടു ഇവരോട് പറഞ്ഞു. അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകരുത്, ടുഡേ ടേക്ക് ഓഫ് ആൻഡ് ഡോണ്ട് കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. മാർച്ച് 31 ആണ് ഏട്ടയെ കാണാതായത്. അന്ന് 4 മണിയായപ്പോൾ ഏട്ടയുടെ മെസ്സേജ് എനിക്ക് വന്നു, ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട, പിള്ളേരെ കെയർ ചെയ്ത് വീട്ടിൽ നിന്നാൽ മതി. ആ ഒരു മെസ്സേജായിരുന്നു ലാസ്റ്റ് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ മൊബൈലിൽ ഏട്ടയുടെ ഒരു കൂട്ടുകാരൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. എങ്ങനെയോ വൈബർ വഴി ഞാൻ ആ കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, റെജി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ഒരു ഡ്യൂട്ടി സമയത്ത് ചെറിയൊരു ക്ലാഷ് ഉണ്ടായി, റെജി ഉടനെ വരും എന്നെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു രാത്രി 10 മണി വരെ വിശ്വസിച്ചു റെജി വരുമെന്ന് വിചാരിച്ച്. വന്നില്ല. പിന്നെ 10:30 ഞാൻ വിളിച്ചു കൂട്ടുകാരനെ, പറഞ്ഞു റെജി വരും, റെജി സെക്യൂരിറ്റിയിലാണ്, അവിടെ ഇഷ്യൂ കാരണം റെജിക്ക് സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞു. അപ്പോഴും പറഞ്ഞിരുന്നു റെജി സെക്യൂരിറ്റി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞാൻ വീട്ടിലോട്ട് വാട്സപ്പ് വഴി ഗ്രൂപ്പ് ചാറ്റിങ്ങിൽ റെജിയുടെ ബ്രദേഴ്സിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി സംശയങ്ങൾ, അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അവിടെയുള്ളവർക്കും ഒത്തിരി സംശയങ്ങളുണ്ട്. റെജിയെ റിയലായിട്ട് കമ്പനി ഓണറുടെ കൈകളിലാണെങ്കിൽ റെജി ഒരു കോണ്ടാക്റ്റെങ്കിലും ചെയ്തേനെ. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് എന്തോ പോലെ തോന്നി. ഞാൻ അന്ന് ഇപ്പോൾ കാണാതായ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ഫ്രണ്ട്സ്, ബിനോയ് ഫാമിലി, ശ്രീകുമാർ ഫാമിലി, ജാക്കി ഫാമിലി, അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു റെജി വന്നില്ല. പിറ്റേ ദിവസം രാവിലെ കൂട്ടുകാരൊക്കെ വന്നു. അവർ പറഞ്ഞു ചേച്ചി ഞങ്ങളിവിടെ താമസിപ്പിക്കത്തില്ല, അവരുടെ വീട്ടിലോട്ട് പോയിക്കോളാം, അവരുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ ചേച്ചിയെ കൊണ്ടുപോകും, ചേച്ചിയും പിള്ളേരും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട. ഓക്കെ, ഞാൻ അവരുടെ വാക്ക് കേട്ട് പോയി. 3-ാം ദിവസം ബ്രദേഴ്സിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അവർക്കും ഡൗട്ടുണ്ടായി. അവർ ചോദിച്ചു ചേച്ചി കൂട്ടുകാരനോട് ചോദിക്കുക, റിയലായിട്ടും റെജി കമ്പനി ഓണറുടെ കൈകളിലാണെന്നുണ്ടെങ്കിൽ റെജിക്ക് എന്തുകൊണ്ടൊരു സാധാ മൊബൈലിൽ നിന്ന് ചേച്ചിയെ വിളിച്ചുകൂടാ? ഞാൻ അതുപോലെ കൂട്ടുകാരനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് അവന് വാക്കുകളില്ല, അതിന് തിരിച്ച് പറയാൻ റിപ്ലൈ ഇല്ലാത്തതാണ്. അവൻ കമ്പനി ഓണറുടെ ഫോൺ നമ്പർ തന്നു. ഞാൻ വിളിച്ചു, എടുത്തില്ല, മെസ്സേജ് ഇട്ടു ഞാൻ റെജിയുടെ വൈഫാണ്, പ്ലീസ് കോണ്ടാക്ട് മീ. ദെൻ കമ്പനി ഓണർ എന്നെ വിളിച്ചു കഴിഞ്ഞ് അന്നേരം ഞാൻ കമ്പനി ഓണറോട് ചോദിച്ചു റെജി റിയലായിട്ട് നിൻ്റെ കൈകളിലാണോ അതോ ഓപ്പോസിറ്റ് ഗ്രൂപ്പിലാണോ? അന്നേരം അയാൾ പറഞ്ഞു അയാൾക്ക് പോലും അറിയില്ല റെജി ഓപ്പോസിറ്റ് ഗ്രൂപ്പിലാണ് എന്നുള്ളത് പറഞ്ഞു. അത് ഞാൻ ഇത് കൂട്ടുകാരനെ അറിയിച്ചു. കൂട്ടുകാരൻ പറഞ്ഞു നീ വൈകണ്ട, എംബസിയിലേക്ക് പോയിക്കോ. പിന്നെ എംബസിക്കാരോട് അന്വേഷിച്ചു, അവർ ഇൻ്റലിജൻസിൽ ആരൊക്കെയോ കണ്ടു, അവരുടേതായ രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഒരു 10 ദിവസത്തേക്ക് ഒരു അറിവുമില്ല, എന്താ ചെയ്യേണ്ടേ, ദൈവമേ എന്താണ് ഇങ്ങനൊരു പരീക്ഷണം, ശരിക്കും ഒരു വിശ്വാസത്തിൻ്റെ പരീക്ഷണം എന്ന് പറയാം. ഒത്തിരി പേരുടെ പ്രാർത്ഥന ഫലമായിട്ട് ഒരു 1.5 ആഴ്ച, അതായത് ഏപ്രിൽ 12, മാർച്ച് 31 കാണാതാവുന്നത്. ഏപ്രിൽ 12 ആയപ്പോൾ എനിക്കൊരു റെജിയുടെ കൂട്ടുകാരൻ്റെ വൈഫിൻ്റെ ഫോൺ വന്നു, ഇന്ന പോലെ റെജി സേഫാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാല് തുറന്നിട്ട് പെട്ടെന്ന് അവരെന്നെ ഞങ്ങൾ രണ്ടുപേരോടും ഭിത്തിയോട് ചാരിക്കാൻ പറഞ്ഞു. ഭിത്തിയോട് ചാരി നിർത്തി. പെട്ടെന്ന് ഒരാൾ കൊണ്ടുവന്ന് തലയിൽ 2 മാസ്ക് ഇട്ടിട്ട് കൈ പിന്നെ നമ്മളെ ഫുൾ പിടിവിട്ടു. എല്ലാ കൺട്രോളും പോയി. എന്താണെന്ന് ഒരു ഐഡിയ ഇട്ട് കിട്ടുന്നില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. കൈ 2 ബാക്കോട്ട് കെട്ടി. പിന്നെ അവർ മുഴുവൻ തപ്പി. അപ്പോൾ എൻ്റെ മൊബൈലിൽ എൻ്റെ പാസ്പോർട്ട് എൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു. അതും എടുത്തു. പിന്നെ അവർ മൊത്തം അരിച്ച് പെറുക്കി. പിന്നെ പെട്ടെന്ന് 2 പേര് തൂക്കിയെടുത്തെന്ന് പറയാം. അത് വലിയ സൈസുള്ള ആൾക്കാരാണ്, 6 അടി നല്ല ആയിട്ടുള്ള ടീമുകളിൽ. 2 പേരും അപ്പുറത്തും കൈപ്പെട്ട് തൂക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ട് പിന്നെ അവിടെ നിന്നൊരു എന്താ പറയുക, നമ്മൾ നാട്ടിൽ പറഞ്ഞല്ലോ വെടിച്ചിലൊരു ഒറ്റ പോക്കായിരുന്നു. പിന്നെ അങ്ങനെ നേരെ ചെന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിരുന്നു. ആ ചാത്ത് പിന്നെ അവന് എൻ്റെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയുന്നില്ല. അവനെ ഇറക്കിക്കൊണ്ടുപോയി, എന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഇങ്ങനെ വേണ്ടിയിട്ട് റൂമിലേക്ക് അകത്ത് കയറ്റി ഡോറ് തുറന്ന് അകത്ത് കയറ്റിയിട്ടാണ് അവർ എൻ്റെ മാസ്ക് എടുക്കുന്നത്. മാസ്ക് എടുത്ത് കഴിയുമ്പോഴാണ് റൂം കാണുന്നത്. റൂം വെച്ചാൽ വലിയൊരു 15 റൂം. ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവും. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ജനുവരിയിലാണെന്ന് തോന്നുന്നു, ഈജിപ്തിൽ നിന്നൊരു 10-24 പേരെ അവരിങ്ങനെ
അവിടെ വെടിവെച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ക്രിസ്ത്യൻസിന്. അപ്പോൾ ഞാൻ ക്രിസ്ത്യനാണ്. അപ്പോൾ IS ആണ് പിടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ISൻ്റെ അവിടെ ഓൾറെഡി IS ഉണ്ട്. IS ആണെന്നുള്ളതാണ് നമ്മൾ അന്ന് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു മാസ്ക് ഇട്ട് പുറകിൽ കൈയും കെട്ടിക്കൊണ്ടുവന്ന് കൈ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നാണ് നമ്മൾ അങ്ങനെ അതിനെ തന്നെ നമ്മൾ അതിനെ കൊണ്ടുപോകണം, കൊല്ലം കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. നേരെ എനിവേ ആ റൂമിൽ കൊണ്ട് കയറ്റി തുറന്ന് കയ്യിൽ കൈ കെട്ടയച്ചു. അങ്ങനെ ഷൂ ഒക്കെ ഊരി മാറ്റി. പെട്ടെന്ന് ഒരാൾ ഒരു മാട്രസ് കൊണ്ടിട്ടു, പിന്നെ ഒരാൾ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടിട്ടു. അപ്പം സംസാരിക്കുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഡോർ അടച്ച്. ഡോറെന്ന് വെച്ചാൽ അഴിയിട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് നെറ്റ് അടിച്ച് അതിൻ്റെ പുറത്ത് മറ്റേ നമ്മുടെ പോളിത്തീൻ ഷീറ്റ് പോലത്തെ അങ്ങനത്തെ ഷീറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പം പുറത്തേക്കൊന്നും കാണാൻ പറ്റത്തില്ല. പുറത്തേക്ക് നമുക്കൊന്നും കാണത്തില്ല. ആകെ ഒരു ജനലിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കള്ളി പോലെ ഉണ്ട്, ഒരു അഴിയിട്ടൊരു അതും അപ്പുറത്ത് അള്ളിയിട്ടിരിക്കുന്ന ചെറിയ കഴി മാത്രമുണ്ട്. അന്ന് വൈകുന്നേരമായി. മറ്റവൻ എവിടെയുള്ള നേരത്തില്ല. കൂട്ടത്തിലുള്ള ആൾ എവിടെ വർക്ക് ചെയ്യുക, എവിടെയുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ആ വലിയ ഒരു ഇത് മാത്രം, വലിയ റൂം, ഒരു 18 അടി ഹൈറ്റ് ഉണ്ട് റൂമിന്. നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അവിടെ അന്ന് രാത്രി പിറ്റേ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഇരിക്കുക തന്നെ. 4ാമത്തെ ദിവസമാണ് ഇൻവെസ്റ്റിഗേറ്റർ വരുന്നത്. ഇൻവെസ്റ്റിഗേറ്ററും ഞങ്ങളെ കയറ്റി വിടാമെന്ന് പിടിച്ച ടീമില്ല, അവരുടെ മറ്റേ ഗ്രൂപ്പിലുള്ള 2 പേരും 2 ഇൻവെസ്റ്റിഗേറ്ററും കൂടെ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരും. അവർ ആദ്യം അവനെ കുറച്ച് ചെയ്തു കഴിഞ്ഞിട്ട് അത് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ വിചാരിച്ചിരുന്ന IS കാരാണ് ഞങ്ങൾ പിടിച്ചെന്നല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അവൻ മറ്റേ കൊടുത്തുള്ളവൻ പറഞ്ഞു IS കാരെന്ന് പേടിച്ചിട്ടാണ് ഇത്രയും ഞങ്ങൾ ഭയങ്കര കരച്ചിലല്ലേ. അപ്പം പറഞ്ഞു ഞങ്ങൾ IS ഞങ്ങൾ IS കാരല്ല, പക്ഷേ IS കാർക്ക് IS കാർക്ക് വേണ്ടി അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന അവരെ പിടിക്കുന്ന ആൾക്കാരാണെന്ന് അവരെ പറഞ്ഞു. ആ സംഭവത്തിൽ ബൈബിളായിരുന്നു എൻ്റെ ഭക്ഷണം. ഞാൻ എംബസി പോയി കഴിഞ്ഞ് വന്നിട്ട് കോർട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ബൈബിൾ ഞാൻ എടുക്കും. ബൈബിൾ എൻ്റെ കയ്യിൽ നിന്ന് താഴ്ത്തി വെച്ചാൽ എനിക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നു. ബൈബിളിലെ സങ്കീർത്തനങ്ങൾ അതായിരുന്നു ഞാൻ കൂടുതലും വായിച്ചുകൊണ്ടിരുന്നത്. സങ്കീർത്തനങ്ങൾ 32 അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനകത്ത് എപ്പോഴും പാപങ്ങൾക്ക് മോചനവും അതിക്രമങ്ങൾക്ക് മാപ്പും ലഭിച്ചവൻ ഭാഗ്യവാൻ, അതുപോലെ കർത്താവ് ഹൃദയത്തിൽ കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ, പിന്നെ നീ നടക്കേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരും, നിന്നെ ഞാൻ ഉപദേശിക്കും. പിന്നെ സങ്കീർത്തനങ്ങളെ പല വാചനങ്ങൾ, കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ ഗർത്തത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും, നിൻ്റെ അതിക്രമങ്ങൾക്ക് ഞാൻ നിനക്ക് മാപ്പ് തരും. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊത്തിരി അതിലാശ്വാസം ഞാൻ കണ്ടെത്തി. പ്രത്യാശ ഞാൻ ഒരു പ്രത്യാശയുടെ ഒരു ഇത് വന്നു. ദൈവമേ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. കാരണം എന്നെക്കാട്ടിലും കൂടുതൽ റെജി ആണ് കൂടുതലും പ്രാർത്ഥനയുടെ മനസ്സുള്ള ആൾ. ഞാൻ പ്രാർത്ഥിക്കും, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ കൊന്ത ചൊല്ലുക അങ്ങനെയുള്ള ആ ഒരു അങ്ങനെ ഞാൻ വേറൊരു സഭയിൽ നിന്നുള്ള ആളായതുകൊണ്ട് എനിക്ക് ആ കൊന്തയുടെ പ്രാധാന്യമോ ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ റെജിയെ കാണാതായപ്പോൾ തൊട്ട് ഞാൻ മനസ്സിലൊരു തീരുമാനമെടുത്തു. എത്ര അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാഴ്ച പോലും ഏട്ടായി പള്ളിയിൽ പോകുന്നത് മുടക്കാറുണ്ടായിരുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചയും സ്ട്രിക്റ്റായിട്ടും പിള്ളേർക്ക് പനിയാണെങ്കിൽ പോലും ഏട്ടായി പള്ളിയിൽ പോകുമായിരുന്നു. അതൊന്ന്. രണ്ടാമത് ദിവസവും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ചുരുക്കത്തിൽ ഒരു 4-5 ദിവസം അതിൽ കൂടുതൽ വന്നിട്ടില്ല. ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, കൊന്ത ചൊല്ലുമായിരുന്നു. അത് മുട്ടയെ കുത്തി കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ ഇത് റെജി കമ്പൽസറി ആയിട്ട് നടത്തി പോകുന്നതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, റെജിക്ക് വേണ്ടി ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ ഉള്ളൂ. കാരണം എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാനത് കാണാതായത് തൊട്ട് കണ്ടു കിട്ടുന്നതും വരെ ഞാനത് പാലിച്ചു. എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലും. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ കൊന്തയുടെ പ്രാധാന്യം ആ സമയത്തൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ ഏപ്രിൽ 17-ാം തീയതി ഏട്ടയുടെ കൂടെയുള്ള ആളുടെ വൈഫ് വിളിച്ചു പറഞ്ഞു അവരെ ഇന്ന പോലെ കോർട്ടിൽ കൊണ്ടുവരും. ഞാനത് എംബസി അറിയിച്ചു. അപ്പോൾ ഇവരെ കൊണ്ടുവരുമ്പം തല മൊത്തം മൂടി മാസ്ക് ഇട്ടു, ബാക്കിൽ കൈ വിലം കണിയിച്ചാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് ആ റെജിയെ കണ്ട നിമിഷത്തിൽ ഞാൻ ദൈവത്തിന് എനിക്ക് മാസ്ക് ഇട്ടതോ തലയിൽ കൂടി മാസ്ക് ഇട്ടതോ കൈവിൽ വിലം കണിയിച്ചതോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. ഞാൻ അന്നേരം ദൈവത്തിന് നന്ദിയാണ് പറഞ്ഞത്. കാരണം ദൈവമേ, ജീവനോടെ ഞാൻ കണ്ടു. അങ്ങനെ അന്ന് ഞാൻ അവിടെ നിന്ന് മുട്ടയെ കുത്തിന്ന് ആരോടും ചോദിക്കാനൊന്നും പറയാനില്ല. ആകെ എൻ്റെ കഴുത്തിൽ കൊന്തയുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ദിവസവും ആ സമയത്തൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മുട്ടയെ കുത്തിന്ന് നമ്മളെ എല്ലാ രഹസ്യവും കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വരും. ഒറ്റ നിപ്പിൽ ഇങ്ങനെ കണ്ണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കണ്ണിക്കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് ഒഴിവായി പുറത്ത് വരണം. അധികം വെച്ചാൽ മിണ്ടാണ്ടിരുന്ന് ചെല്ലുമായിരുന്നു, മിണ്ടാണ്ട്. പക്ഷേ അവർ ഉറക്കെ ചെല്ലുക, അവർ നമ്മൾ മിണ്ടാണ്ടിരിങ്ങനെ ഇങ്ങനെ സൈഡിലിരിക്കും. അപ്പം അവരുടെ പ്രാർത്ഥന വെച്ചാൽ അവർക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നല്ല പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടുതൽ പ്രാർത്ഥിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മിണ്ടാണ്ടിരിക്കും. അപ്പോൾ അവൻ വിചാരിക്കുന്നത് ഞാൻ അവനോട് മിണ്ടാണ്ടിരിക്കുവാന്ന്. അപ്പോൾ അവനോട് എങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം, അവനെ ഭയങ്കര ടെൻഷനാണ്. ഓരോ ഗ്രൂപ്പിലുണ്ടാവും ഈ ഡ്രഗ് അടിച്ചിട്ട് അവർക്ക് തന്നെ കൺട്രോളില്ല. അപ്പം ചില സമയം ഭയങ്കര ഷൗട്ട് ചെയ്യുക, വാതിലൊന്ന് അടിക്കുക, നമ്മൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ ക്ലീൻ ചെയ്യിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ചിലർ കൂടുതലായിട്ട് നമ്മൾ ദേഷ്യപ്പെടും. അപ്പം ചുമ്മാ ആവശ്യമില്ല പ്രശ്നം. അപ്പോൾ ഞാൻ ദിവസം രാവിലെ അവരുടെ ഇങ്ങനെ ഇരുന്ന് മുട്ടകന്ന് പ്രാർത്ഥിക്കും, ദൈവമേ നാളെ വരുന്നവരെ അവരുടെ മേൽക്കാരൻ്റെ തോന്നണമേ, വരുന്ന എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെയും മേൽക്കാരൻ്റെ തോന്നണമേ, അവർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, അവരോട് ക്ഷമിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ കാണാം. പക്ഷേ അങ്ങനെ ഓരോ പ്രാവശ്യം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം ആ ഷിഫ്റ്റുള്ള ചാർജിലുള്ള ആൾക്കാർ വരുന്നത്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം പറഞ്ഞിട്ട് ആ ഒരു ഷിഫ്റ്റിലുള്ള ആൾ പിറ്റത്തെ ആവശ്യം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഞങ്ങൾ പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ ശരിക്കും മുട്ടകൊന്ന് പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊന്നും അറിയില്ല, നീ കുരിശിൽ മരിച്ച് ഞങ്ങൾ ജീവിതത്തിന് വേണ്ടി കുരിശിൽ മരിച്ചെന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന അതാണ്. അത് ആ വിശ്വസിച്ചാണ് ഞാൻ തുടങ്ങിയത്. ആ വിശ്വാസം ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റുന്ന ഇവർ പറയുമ്പോൾ ഞാൻ എങ്ങനെ എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ വിശ്വാസം മാറ്റുന്നത് എനിക്കറിയില്ല. നീ എന്നെ വഴി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എന്നെ അത്രയും ഇങ്ങനെ തോക്ക് വേണ്ടി കാണിച്ച ആൾ പിറ്റത്തെ പ്രാവശ്യം അയാൾ ഷിഫ്റ്റിൽ വന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ ചെയ്തു. ഇനി അതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി ദൈവത്തിൻ്റെ കരുണയിൽ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ. പിന്നെ ഇടയെ തിരിച്ചു വരുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവരുടെ ഫ്ലാറ്റിൽ താമസിച്ചപ്പോൾ ഒരു ചേട്ടനുണ്ട്. ടോമിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷിനിജ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, നല്ല ഗുഡ് ന്യൂസാണ്. ലിബിയ 2ആയിട്ട് ഡിവൈഡ് ആകാൻ പോവാണ്, ഈസ്റ്റും വെസ്റ്റുമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് റജിയെയും ഹൊസാമിനെയും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് എന്നെ ഡോക്ടർ ഹസൻ മഗു എന്ന് പറയുന്ന ആൾ പറയുന്നത്, ഷിനുജ അവൻ നിരപരാധിയാണ്, ഒരു ഇതുമില്ല, മീഡിയ ഇത്രയും വലുതാക്കിയ കാരണമാണ് ഇങ്ങനൊരു സംഭവം അവൻ റിലീസാവും, കുറച്ച് ടൈം എടുക്കും. പക്ഷേ എപ്പോൾ എന്ന് റിലീസാവുമെന്നാണ്. വേറൊരു സൈഡിൽ നിന്ന് കേൾക്കുന്നത്, രാജ്യദ്രോഹ കുറ്റം പോലെ ഒരു കേസ് ചുമത്തിയ കാരണം തിരിച്ചു വരാൻ പാടാണ്, ചിലപ്പോൾ 20 വർഷം എടുത്തേക്കാം, 40 വർഷം എടുത്തേക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വേദനയാണ്. എന്ത് ചെയ്യും? തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നു. വിശ്വാസം പിന്നെ നമ്മൾ ആ വിശ്വാസത്തിൽ ചഞ്ചലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പം നമ്മൾ കരഞ്ഞു വിളിക്കുകയാണ്, ദൈവമേ ഞാൻ എനിക്ക് എന്ത് നേരിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിൻ്റെ ആ പാതയിലേ ഞാൻ നടക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എത്ര സങ്കടം വന്നാലും ഈവൻ എത്ര ഏത് രീതിയിലുള്ള സാഹചര്യം ഉണ്ടായാലും ഞാൻ അങ്ങയെ തള്ളിപ്പറയില്ല. അങ്ങനെയാണ് ഞാൻ അവിചാരിതമായ അഭിഷേകാഗ്നി എന്ന് പറയുന്ന പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അത് യൂട്യൂബിൽ നിന്ന് ഓരോ സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം 2 എണ്ണം വീതം, രാവിലെയും വൈകിട്ടും, അഭിഷേകാഗ്നിയിലെ ഓരോ സബ്ജക്റ്റും ഫാദർ വട്ടേലച്ചൻ്റെ ഓരോ സബ്ജക്റ്റും ഞാനെടുത്ത് കാണാൻ തുടങ്ങി. കാണുമ്പോൾ എനിക്ക് അതെല്ലാം ഭയങ്കര ആശ്വാസമായിരുന്നു. ആ വാക്കുകളും വചനങ്ങളും എല്ലാം എനിക്ക് ആശ്വാസമായിരുന്നു. അതനുസരിച്ച് എനിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അതിൽ ഒരു സബ്ജക്റ്റിൽ വട്ടേലച്ചൻ പറയുന്നുണ്ട്, നമ്മൾ വേറെ ഏത് കാര്യത്തിനും മറ്റുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് ധൈര്യമാണ്, ചെയ്യാനും പറയാനും നമ്മൾ ആക്റ്റീവാണ്. പക്ഷേ ഈശോയെ എന്ന് എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് സ്തുതിച്ച് പറയാനോ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നോ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമുക്ക് നാണക്കേടാണ്. ശരിയാണ്, ഞാൻ വിചാരിച്ചപ്പോൾ അത് ശരിയാണ്, നാണക്കേടാണ് നമുക്കങ്ങനെ പറയാം ഹല്ലേലൂയ. മറ്റുള്ളവർ ചിരിച്ച് കളിയാക്കും, കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള ചിന്തയേ ഉള്ളൂ, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ഞാൻ അന്നേരം അത് ഉള്ളിലോട്ട് കുറേ കൂടി ആഴത്തിൽ എനിക്ക് ചിന്ത വന്നു. അപ്പം ഞാൻ അതുപോലെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേക്കും. ഞാൻ ഒച്ചത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം സ്നേഹിക്കുന്നവരല്ലേ ദൈവം സഹനങ്ങൾ തരിക, അതുകൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിരിക്കും, ഉദ്ദേശം ഉണ്ടായിരിക്കും. അങ്ങനെ ചിന്തിച്ചു. പിന്നെ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആ സമർ എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും മെസ്സേജ്, അവളുടെ ഈജിപ്ഷ്യൻ എംബസിയിൽ നിന്ന് ഒരാളെ അയച്ച് അയാൾക്ക് എപ്പോഴും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഏട്ടായുടെ കൂടെ തന്നെ പിടിക്കപ്പെട്ട ആൾ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ചാനലിൽ ലിബിയയിലെ അപ്പോഴത്തെ ഹെഡും തമ്മിൽ കൂട്ടുകാരാണ്. അപ്പോൾ അവർ പറയും റിലീസായി. അപ്പോൾ ഇവരെ റിലീസാക്കുന്ന അന്ന്
എനിക്ക് സമർ വെളുപ്പിന് 2 മണിക്ക് വിളിച്ചു പറഞ്ഞു, ഷിനുജ ഇന്ന് അവരെ റിലീസാക്കും. ചൊവ്വാഴ്ച ഏകദേശം ഉച്ചയായപ്പോഴത്തേന് പെട്ടെന്ന് ഒരാൾ ഡോറ് നട്ടതാണ്. അങ്ങനെ ചാടി ഇറങ്ങി നോക്കുമ്പോൾ പെട്ടെന്ന് ഇവർ വന്നിട്ട് പറഞ്ഞു അന്ന് റിലീസാണ്, നിങ്ങളുടെ റിലീസായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിള്ളേരെ കാണരുതെന്ന്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിള്ളേരെ കാണിക്കരുതെന്ന് ദൈവം അങ്ങനെ ഒരു ഇടവ് ഉണ്ടാക്കിയേയില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി പിള്ളേർ അന്ന് പുറത്ത് റിലീസായി. അങ്ങനെയാണ് വീട്ടിൽ പോയാണ് പിള്ളേരെ കാണുന്നത്. പിന്നെ പിന്നീട് പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ലോകത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് തന്നെയാണ് ഞാൻ എപ്പോഴും, അതുകൊണ്ടാണ് അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാതിരുന്നത്. എംബസിക്കാർക്ക് അറിയില്ലായിരുന്നു പാസ്പോർട്ട് പിടിച്ചിട്ടാണ് റിലീസ് ചെയ്തതെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ ഒന്നും ഇല്ലല്ലോ, പ്രാർത്ഥിക്കുക അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആദ്യം ഒരു എക്സിറ്റ് അടിച്ചു, പിന്നെ ഞങ്ങളത് നീട്ടി. ലാസ്റ്റ് എനിക്ക് നാട്ടിലോട്ട് വന്നേ തീരൂ, ഞാനും മക്കളും നാട്ടിലോട്ട് വന്നേ തീരൂ, ഇനി അപ്പുറത്ത് ഞങ്ങൾക്കൊരു അവധിയില്ല. അങ്ങനെ അന്ന് ഇതുപോലെ അഭിഷേകാഗ്നിയുടെ പ്രോഗ്രാം കണ്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് അന്ന് രാവിലെ എഴുന്നേറ്റ് കൊന്ത ചൊല്ലി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വിളിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒത്തിരി കുറവുകളുണ്ട്, പക്ഷേ സെഹിയോൻ എന്ന് പറയുന്ന അവിടെ ധ്യാനകേന്ദ്രത്തിൽ എത്രയോ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എത്രയോ ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായി എത്രയോ കരുണകൾ എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെയെങ്കിലും ഒരു ചെറിയൊരിത് ചെയ്ത് നമ്മളോട് കരുണ കാണിക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ ദൈവമേ ഇപ്രാവശ്യമെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അപ്പോൾ തന്നെ ഒരു ബ്രദറെ എടുത്ത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റിയില്ല. ഞാൻ ബ്രദറിനോട് ബ്രദർ ഇങ്ങനെയാണ് പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് റിലീസാക്കാൻ ഇന്നൊരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലുക, ദൈവത്തിന് എപ്പോഴും സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ സങ്കീർത്തനങ്ങൾ 40:13 ദൈവമേ എന്നെ മോചിപ്പാൻ കനിയണമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഈ 2 വാചകങ്ങൾ ഇപ്പോൾ തൊട്ട് ഈ നിമിഷം തൊട്ട് മനസ്സിലത് മാത്രം പറഞ്ഞ് കോർട്ടിൽ പോകാൻ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കും, ഈശോയുടെ ഒരു സാക്ഷിയായിട്ട് നിൽക്കും. ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ പോയി ഞാനിത് സാക്ഷ്യം പറയും എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഒരു ടാക്സി ഡ്രൈവറിൽ അങ്ങനെ പോയി അവിടെ ചെന്ന ഉടനെ അവർ പറയുന്നത് ഇന്ന് ആരും ഇല്ല, അടുത്ത ആഴ്ച വാ. അതോടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വരാനേ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഒരു സാധാ പോലീസുകാരൻ, ആ സാധാ പോലീസുകാരൻ്റെ അടുത്ത് ഏട്ടായിൻ്റെ അടുത്ത് പറഞ്ഞു നീ നിങ്ങളുടെ പാസ്പോർട്ട് എക്സിറ്റ് അടിച്ചതൊക്കെ കാണിക്കാൻ പറഞ്ഞു. ഞാനത് കാണിച്ചു. എന്നിട്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു ഞങ്ങൾ അടുത്ത ആഴ്ച കയറി പോവുകയാണ്, എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ കൂടെ ഇടാൻ സഹായിക്കണം, പ്ലീസ് എന്തെങ്കിലും ചെയ്തു തരാമെന്ന്. അപ്പോൾ ആ പോലീസുകാരൻ എവിടെയൊക്കെയോ പോയി. കുറേ കഴിഞ്ഞിട്ട് ഞങ്ങളെ മുകളിലോട്ട് വിളിച്ചു. അവർ പറഞ്ഞു പാസ്പോർട്ട് അരമണിക്കൂറിനുള്ളിൽ തരും. അരമണിക്കൂറിനുള്ളിൽ ദൈവകൃപയാൽ പാസ്പോർട്ട് കിട്ടി. ആ സമയത്ത് എല്ലാവരും സഹായത്തിനുണ്ടായിട്ടും പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചതെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് എല്ലാ സംഭവങ്ങളും നടന്നത്. കാരണം ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നടന്നത് എന്ന രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും. ദൈവത്തിന് 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെങ്കിലും ഒരിക്കലും തകർന്നു പോകാൻ അനുവദിക്കില്ല എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഈ കുടുംബം. ഉണ്ടായിരുന്ന ജോലിയും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിൽ തിരികെ എത്തിയപ്പോഴും ഇനി മുൻപോട്ട് എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കാതെ പൂർണ്ണമായി തങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായി ഇവർ കാത്തിരിക്കുന്നു.